നമുക്ക് കോളേജിലൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ലാബുകളൊന്നും കോളേജിൽ പോയി ചെയ്യാൻ പറ്റാത്തൊരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും വെർച്വൽ ലാബ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലാബ് ഇൻ അവർ ഹോം ഓർ ലാബ് ഇൻ അവർ ഹാൻഡ്സ് യൂസിങ് മൊബൈൽ ഫോൺസ്. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ലാബുകളെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വെർച്വൽ ലാബ്. വെർച്വൽ ലാബിന് വേണ്ടിയിട്ട് VLab.co.in എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു മെനു ആയിരിക്കും. നമ്മൾ IITക്കാർ ഡെവലപ്പ് ചെയ്ത ഒരു ലാബാണ് വെർച്വൽ ലാബ്. അപ്പോൾ നോക്കുക, ഇതിന് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ലാബുകൾ, ബ്രോഡ് ഏരിയാസ് ഓഫ് വെർച്വൽ ലാബ്സ് അവൈലബിൾ ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കെമിക്കൽ, ഫിസിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, എല്ലാ ലാബുകളും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ലാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലാബ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഡിജിറ്റൽ ലാബ്, ഓൾറെഡി ഞാൻ ഡിജിറ്റൽ ലാബിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സർക്യൂട്ട്സ് ലാബ്, അതായത് S3 സ്റ്റുഡൻസിന് സർക്യൂട്ട്സ് ലാബുണ്ട്. അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ലാബിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ വെൽക്കം ടു ബേസിക് ഇലക്ട്രോണിക്സ് വെർച്വൽ ലാബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിട്ടും. അതിൽ ഇൻട്രൊഡക്ഷൻ അവർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് നമുക്കിത് വായിച്ച് നോക്കാൻ പറ്റും. ദെൻ ലിസ്റ്റ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ലിസ്റ്റ് ഓഫ് എക്സ്പെരിമെൻറ്റ്സിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സും സിനാർഡോയിഡ് വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ ഇതിൽ ഈ സ്റ്റഡീസ് ഓൺ BJT CE ആംപ്ലിഫയർ, ആ ഒരു ഓപ്ഷൻ, ആ ഒരു എക്സ്പെരിമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തിയറി, പ്രൊസീജിയർ, സിമുലേഷൻ, ക്വിസ് പ്രോഗ്രാം, എവറിത്തിങ് ഈസ് അവൈലബിൾ. തിയറിയിൽ കൃത്യമായിട്ട് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം പറയുന്നുണ്ട്, കണ്ടീഷൻസൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ എങ്ങനെയാണ് ലാബിലെ ഓരോ കമ്പോണൻസിൻ്റെ വാല്യൂ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്, ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ദെൻ അനാലിസിസും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലെ പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ സിമുലേഷൻ. സിമുലേഷൻ എന്ന് പറയുന്ന മെനുവിലാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ CE ആംപ്ലിഫയർ ചെയ്യുന്നത് സിമുലേഷൻ വിൻഡോയിലാണ്. അതിൽ ആ സിമുലേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ മെനുവിലേക്ക് പോകും. CE ആംപ്ലിഫയറിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം അവിടെ കാണുന്നുണ്ട്. അതിൽ ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂ നമ്മൾ കൺട്രോൾസ് ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് അവർ അവിടെ മേളിൽ പറയുന്നുണ്ട്. ആ ഓരോ ഇൻസ്ട്രക്ഷനിലും പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതിയാവും. ഓരോ വാല്യൂ സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അവർ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, അതിനനുസരിച്ച് സെറ്റ് ഓഫ് സോഴ്സ് റെസിസ്റ്റൻസ് വാല്യൂ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് ആ വാല്യൂടെ സെലക്ട് ചെയ്യുമ്പോൾ ആ റെസിസ്റ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. നെക്സ്റ്റ് കളക്ടർ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ വാല്യൂസും സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം എല്ലാ വാല്യൂസും നമ്മൾ ബൈപ്പാസ് കപ്പാസിറ്റർ സിയുടെ ഉൾപ്പെടെ എല്ലാ വാല്യൂസും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷനിലേക്ക് തന്നെ നോക്കുക. ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 kHz ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ വാല്യൂസിലുള്ള നമ്മൾ ഫ്രീക്വൻസി ചേഞ്ച്, ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീക്വൻസിയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെറ്റ് വാല്യൂസ് എടുക്കുക. ദെൻ ആഡ് ടു ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും അതിൻ്റെ ഗെയിൻ ഇൻ dB ആണ് അവിടെ പ്ലോട്ടഡ് ആയി വരുന്നത്. നോക്കുക, നെക്സ്റ്റ് വാല്യൂ സെറ്റ് ചെയ്യുന്നു. 139 എന്ന് പറയുന്ന ഫ്രീക്വൻസി എടുത്തു, അതിൻ്റെ ഗെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഓരോ ഡിഫറൻറ്റ് ഫ്രീക്വൻസീസിലുള്ള ഗെയിന് ടേബിളിലേക്ക് എൻ്റർ ചെയ്യുക. ഇങ്ങനെ ആഡ് ടു ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് കർവിന് വേണ്ട ടാബുലർ കോളം ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ കുറേ വാല്യൂസ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് പ്ലോട്ട് ചെയ്യണം. നമുക്കറിയാം ഫ്രീക്വൻസി RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയും ഗെയിനും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ നമുക്കിത് പ്ലോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസിയും ഗെയിനും തമ്മിലുള്ള റിലേഷൻ ഒരു ഗ്രാഫായിട്ട് ഇവിടെ കാണുന്നത്. പ്ലോട്ട് പ്രസ് ചെയ്യുന്നു.
പ്ലോട്ട് ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസിയും അതായത് എക്സ് ആക്സിസിൽ മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ മാഗ്നിറ്റ്യൂഡ് ഗെയിനും ഡി ബി ആയിട്ട് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് പ്ലോട്ട് ചെയ്തു. വീണ്ടും ഡിഫറൻറ്റ് വാല്യൂസിൽ പ്ലോട്ട് ചെയ്യണം. ക്ലിയർ ഓപ്ഷൻ കൊടുക്കുക. ക്ലിയർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വാല്യൂസും ക്ലിയർ ആവും. ദെൻ വീണ്ടും ഇതുപോലെ തന്നെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഡിഫറൻറ്റ് വാല്യൂസിന് വേണ്ടിയിട്ട് വീണ്ടും ഡിഫറൻറ്റ് ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മെനു ഈസ് ദ കിസ് ഓപ്ഷൻ. വെൻ വി ക്ലിക്ക് ദ കിസ് ബട്ടൺ, then start kiss, test your knowledge, and so many kisses are there, so many questions are there related to the CE amplifier. ഓരോന്നും നമ്മൾ ഇതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ദെൻ സിമുലേഷൻ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് CE ആംപ്ലിഫയർ ഡ്രോൺ എന്ന് പറയുന്നൊരു മെനു കാണാം. അപ്പോൾ ഇവിടെ CE ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ പ്രസ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിലേക്കുള്ള കണക്ഷൻസ് ഡ്രോ ചെയ്താൽ മതി. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ഷൻസ് കിട്ടും. നമ്മൾ ആ കണക്ഷൻസ് എല്ലാം ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. കറക്റ്റ് കണക്ഷൻസ് കൊടുത്തതിന് ശേഷം നമുക്ക് ചെക്ക് ഓപ്ഷൻ ഉണ്ട്, ചെക്ക് ദ കണക്ഷൻസ് ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതുപോലെ തന്നെ വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്യുക. വാല്യൂസ് സെറ്റ് ചെയ്തിട്ട് CE ആംപ്ലിഫയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വീണ്ടും നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെയാണെങ്കിലും ഈ ഒരു മെനുവിലൂടെ നമുക്ക് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏകദേശം CE ആംപ്ലിഫയറിനെ പറ്റിയുള്ള ഒരു ജനറൽ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.